നല്ല ചൂട് കടല. കുഞ്ഞല്ലേ ചേച്ചി? എത്ര രൂപയാ? 5ന്റെ പാക്ക് ഉണ്ട്, 10ന്റെ പാക്ക് ഉണ്ട്. 5ന്റെ പാക്ക് വേണ്ട, 10ന്റെ രണ്ടെടുത്ത് കൊടു ചേച്ചി. കുട്ടി എന്നാ 5ന്റെ രണ്ടെണ്ണം എടുത്തോ. ഒന്നിലാക്കി തരട്ടെ? വേണ്ട, 2 കടല. ഇതാരാ? കണ്ടാ പറയില്ല കേട്ടോ. ആ അങ്ങനെ തന്നെയാ പറയാറ്. ഞാനും. കടല കടല നല്ല ചൂട് കടല. ഇന്നത്തെ കച്ചവടം ഇവിടെ മതിയാക്കാം, നാളെ വരാം. നല്ല കച്ചവടായി. ഇവന്റെ കച്ചവടം നന്നായി പോയി. ഇനി ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ആരെയും കാണാനില്ല. രാത്രിയായല്ലോ, ഇനി പോവാം. ഇവിടെ ഒരു തിരിപ്പുണ്ടല്ലോ, ഇവനെയും നമുക്ക് നോക്കിയാലോ? സുഹൃത്തെ, കണ്ടിട്ടെന്തോ ബേജാറുള്ളത് പോലെ തോന്നുന്നല്ലോ. അല്പസമയം എന്റെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞതാ നിങ്ങൾക്ക് നല്ലത്. ജോത്സ്യനാണല്ലേ? ജോത്സ്യനാണ് അല്ലേ? നിങ്ങളുടെ പ്രകൃതം. ഒന്ന് നിർത്ത്. പ്രയോജനമുള്ള വല്ലതും ഉണ്ടെങ്കിൽ പറ. ശരി, ഞാൻ ഒരു ചോദ്യത്തിന് 100 രൂപ മാത്രമേ വാങ്ങുന്നുള്ളൂ. നിങ്ങൾക്ക് ചെലവാകുന്ന പണം മുതലാകും. എന്തു പറയുന്നു? എന്നാൽ ഇതാ എടുത്തോളൂ. എനിക്ക് നിങ്ങളിൽ നിന്ന് പലതും ചോദിച്ചറിയാനുണ്ട്. ശരി, നിങ്ങൾ പറയൂ. എന്താണ് നിങ്ങൾക്ക് ചോദിച്ചറിയാനുള്ളത്? പറയൂ. എനിക്ക് പലതും ചോദിച്ചറിയാനുണ്ട്. പറയൂ, എന്താണ് നിങ്ങൾക്ക് ചോദിച്ചറിയാനുള്ളത്? നിങ്ങൾ ബടായി പറയുകയാണെങ്കിൽ ഞാൻ തന്ന കാശ് ഇരട്ടിയായി എനിക്ക് തിരിച്ചു തരണം. ശരി, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ എനിക്ക് 100 രൂപ തരുമോ? ഇല്ല. കോട്ടെ, 50 രൂപ തരുമോ? ശരി, പക്ഷെ ഒരു കണ്ടീഷൻ. നിങ്ങൾ കള്ളം പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ കാശ് ഇരട്ടിയായി തരണം. നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ, ഞാനൊന്ന് നോക്കട്ടെ. പരിചയമുള്ള മുഖം പോലെ തോന്നുന്നു. ഇവനോ? ഞാനിപ്പോ എന്താ ചെയ്യാ? നിങ്ങളുടെ കാശ്. ഇമാതിരി പന്തയങ്ങളൊന്നും എനിക്ക് പരിചയമില്ല. ഇപ്പൊ തന്നെ പോകാൻ വൈകി. ഞാനിപ്പോ പോവട്ടെ. നിൽക്ക്. അങ്ങനെ അങ്ങ് പോയാലോ? ഈ പന്തയത്തിൽ ഞാൻ വിജയിക്കുമോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് മുഴുവൻ ചെത്തിയിട്ടല്ലാതെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. ശരി, ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ എനിക്ക് തീർച്ചയായും തരണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വായി തുറക്കില്ല. എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ശരി. നിങ്ങളെ ഒരാൾ കൊല്ലാൻ നോക്കിയിരുന്നു, ശരിയാണോ? ശരിയാണ്. ബാക്കി കൂടി പറയൂ. അതുപോലെ തന്നെ നിങ്ങളുടെ കഴുത്തിൽ ഒരിക്കൽ കത്തി കടന്നു പോയിട്ടുണ്ട്, ശരിയാണോ? ശരിയാണ്. ഇവിടെയാ അതിന്റെ മുറിവ്. പാടത്തിലെ കലയിലുള്ള ഒരു കിണറ്റിലേക്ക് നിങ്ങളെ തള്ളിവിട്ടു, ശരിയാണോ? ശരിയാണ്. അന്ന് വഴിപോക്കർ എന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ കാഞ്ഞു പോയേനെ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്? ശരിക്കും മനസ്സിലായി. എനിക്ക് നിങ്ങളെ വിശ്വാസമായി. പറയൂ ജോത്സരെ, എപ്പോഴാ എനിക്ക് അവനെ കിട്ടുക? അത് പിന്നെ അങ്ങനെയൊന്നും കിട്ടാൻ സാധിക്കില്ല. അടുത്ത ലോകത്ത് വെച്ച് മാത്രമേ നിങ്ങൾക്ക് അയാളെ കാണാൻ സാധിക്കൂ. ദൂരെയുള്ള പട്ടണത്ത് വെച്ച് അയാൾ മരിച്ചുപോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അയാളെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ ഇനിയും നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ കാണുന്നു. ഇനി എന്തിന് ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങണം? വല്ലപ്പോഴും ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങിയിരുന്നത് എന്നെ കുത്തിയവനെ തിരക്കിയാണ്. യഥേനെ അതിന്റെ ആവശ്യമില്ലല്ലോ. കിട്ടേണ്ട മട്ടിൽ അവൻ ചത്തുതൊലിഞ്ഞിരിക്കും അല്ലേ ജോത്സരെ? അതെ, ലോറിക്കിടയിൽപ്പെട്ടാണ് അവൻ മരിക്കപ്പെട്ടത്. നിങ്ങളെ എനിക്ക് ശരിക്കും വിശ്വാസമായി. ഇതാ നിങ്ങൾ ചോദിച്ച പണം. എന്നാ ഞാൻ ശരി, രക്ഷപ്പെട്ടു. ആദ്യ രാത്രിയായി
രൂപയുണ്ടെന്ന് നോക്കിയേ. 250 രൂപ. എവിടെന്നാ ഇത്രയും കാശ് ചേട്ടാ? 250 രൂപയോ? അതെ. ഇതിൽ 500 രൂപയല്ലേ? 500? ശരിയാണല്ലോ, ഇതിൽ 250 രൂപയാണല്ലോ. ഞാൻ അത് തന്നെയല്ലേ പറഞ്ഞത്. അവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞത് 500 രൂപയാണല്ലോ. ആര്? അതിരിക്കട്ടെ, ഇത് പിടി. എനിക്ക് വിശന്നിട്ട് വയ്യ, ഒന്ന് ചോറെടുത്ത് വെക്ക്. ശരി. ഇദ്ദേഹത്തിന് ചോറ് ചോദിച്ചാൽ ഇത്രയും വലിയ പാത്രത്തിൽ കൊടുക്കണം. അതെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? അപ്പുറത്തെ ശിശിയിലേക്ക് കല്യാണം കഴിഞ്ഞു. അവന്റെ ഭർത്താവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത് പൊക്ക, സുന്ദരനാ, കാണാൻ കൂട്ടപ്പനെ പോലെ ഇരിക്കും. അതിന് മാത്രം ഞാനിപ്പോ എന്ത് പറഞ്ഞു? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ചേട്ടാ. ദേഷ്യം വന്നാൽ ഇദ്ദേഹം സുരേഷ് ഗോപിയാ. ചേട്ടാ, എനിക്കറിയാടി, നീ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ലെന്ന്. അല്ലേ ഞാൻ